ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്തവണത്തെ UGC നെറ്റ് എക്സാമിൻ്റെ റിസൾട്ടിൽ ശരിക്കും ഹിസ്റ്ററി സബ്ജക്റ്റിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ശരിക്കും എന്തുകൊണ്ടാണ് ഹിസ്റ്ററിയുടെ കട്ട് ഓഫ് ഇത്രമാത്രം താഴേക്ക് വന്നിട്ടുള്ളത്. മിക്കവാറും എല്ലാവരും റിസൾട്ട് നോക്കി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും കട്ട് ഓഫ് താഴെ വന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ക്വാളിഫൈ ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത്, എന്താ എനിക്ക് GRF കിട്ടാതെ പോയത്, ഇങ്ങനെയൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. സോ എന്താണ് ഇവിടെ ശരിക്കും ഇങ്ങനെ കട്ട് ഓഫ് കുറയുകയും അതുപോലെ തന്നെ സ്റ്റിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും റെഫർ ചെയ്യുന്നത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഹിസ്റ്ററി നെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് എത്രയാണ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു അനാലിസിസ് നടത്തുന്നതിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി അതിൽ കിട്ടും. അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു, ഏതൊക്കെ സമയത്താണ് എക്സാം ഇതുപോലെ ഡിഫിക്കൽട്ടായിട്ട് വരാറുള്ളത്, ഏതൊക്കെ സമയത്താണ് ഇത് ഈസി ആയിട്ട് വരിക, അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണ് കൂടുന്നത്, ഏത് സമയത്താണ് ഇത് കുറയുന്നത്, നമ്മൾ ഇനി ഇത്തവണ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അടുത്ത ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ക്ലാരിറ്റി തരിക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് എനിക്കുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ കഴിഞ്ഞ 5 വർഷത്തെ എക്സാമുകളെ സംബന്ധിച്ചിട്ടുള്ളൊരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. സോ കഴിഞ്ഞ 5 വർഷം എന്ന് പറയുമ്പോൾ 2020 ജൂൺ മുതൽ 2025 ജൂൺ, ഇപ്പോൾ കഴിഞ്ഞ എക്സാം വരെ, ഇപ്പോൾ റിസൾട്ട് വന്ന എക്സാം വരെയുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്നത്. സോ അതിൽ 2020 എന്നുള്ള അല്ലെങ്കിൽ 2020-21 സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും കോവിഡിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ എക്സാം 2 തവണ മേജ്ഡ് സൈക്കിളായിട്ടാണ് എക്സാം നടത്തിയിട്ടുള്ളത്. സോ ഞാൻ അതിലേക്ക് ഒരു കൂടുതൽ ക്ലാരിറ്റി തരാം, ജസ്റ്റ് അത് അറിയാൻ വേണ്ടി പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കതിനകത്തുള്ള അനാലിസിസ് നടത്തുമ്പോഴുള്ള ഡിഫിക്കൽട്ടീസ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2020 എക്സാമിൻ്റെ റിസൾട്ട് വന്നിരുന്നത് പേഴ്സൻറ്റേജ് വെച്ചിട്ടാണ്, മാർക്ക് പറഞ്ഞിട്ടില്ല, പേഴ്സൻറ്റേജ് ആണ്. പക്ഷേ പേഴ്സൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി 2020 ഡിസംബറിലെ എക്സാമും 2021 ജൂണിലെ എക്സാമും ഒരൊറ്റ തവണ, അതായത് മേജ്ഡ് സൈക്കിളായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2021 ഡിസംബറിലെയും 2022 ജൂണിലെ എക്സാമും മേജ്ഡ് സൈക്കിളായിട്ടാണ് നടത്തിയിരുന്നത്. രണ്ടിൻ്റെയും റിസൾട്ട് പേഴ്സൻറ്റൈലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 2 ഷിഫ്റ്റിൽ എക്സാം നടന്നിരുന്നു, അതായത് മോർണിംഗ് ഷിഫ്റ്റും ആഫ്റ്റർനൂൺ ഷിഫ്റ്റും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് 2022 ഡിസംബറിലെ എക്സാമും ഉണ്ടായിരുന്നത്. പക്ഷേ 2023 ഡിസംബറിലെ എക്സാമിലേക്ക് വരുന്ന സമയത്ത് അവിടെ അത് എന്താണ് പറയല്, നമ്മുടെ മാർക്കാണ് റിസൾട്ടിൽ വന്നിരുന്നത് എന്നുള്ളതാണ്. ഒറ്റ ഷിഫ്റ്റിലാണ് എക്സാം നടന്നിരുന്നത്. 2024 ജൂണിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ പേഴ്സൻറ്റൈലാണ് മാർക്ക്, അതായത് നമ്മുടെ എത്രയാണ് നമ്മുടെ സ്കോർ എന്നുള്ളത് വന്നിരുന്നത്. പേഴ്സൻറ്റൈൽ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ പ്ലേസ് ആണ് കാണിക്കുക. നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 97.3 പേഴ്സൻറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അവിടെ 100 ആൾക്കാർ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് 2.7% ആൾക്കാരാണ്. ബാക്കിയുള്ള 97.3% ആൾക്കാർക്കും നമ്മുടെ താഴെയാണ് മാർക്കുള്ളത്. അതാണ് ഈ ഒരു പേഴ്സൻറ്റൈൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 2 ഷിഫ്റ്റിൽ എക്സാം വരുന്ന സമയത്ത് അതിൻ്റെ ഒരു നോർമലൈസേഷന് വേണ്ടിയിട്ടാണ്. 2 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഈസി അതുപോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഭാഗമൊക്കെ നോക്കിയിട്ട് അതിനൊന്ന് നോർമലൈസ് ചെയ്യുന്ന രീതിയാണ്. അത് ഒരു പരിധിവരെ നീതിയുക്തമാണ്. അതേസമയം അതിനകത്ത് ഒരുപാട് ഇൻജസ്റ്റിസും നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഒരു പരിഹാരമുള്ളൂ എന്ന് ചുരുക്കം. ആൻഡ് നമ്മളെ ഇപ്പോഴത്തെ ഡിസ്കഷനിൽ അത് വരുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ലാസ്റ്റ് 2024 ഡിസംബറിൽ നടന്നിട്ടുള്ള എക്സാമിലും മാർക്കാണ് വരുന്നത്. 2025 ജൂണിൽ നടന്നിട്ടുള്ള എക്സാമിലും മാർക്കാണ് വരുന്നത്. സോ ഇൻ ഷോർട്ട് നമ്മളിവിടെ ശരിക്കും 8 എക്സാമുകളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ 8 എണ്ണത്തിൽ 3 എണ്ണത്തിൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും, മാർക്ക് കാണാൻ പറ്റും. 1 പേഴ്സൻറ്റേജ് കാണാൻ പറ്റും. ബാക്കിയുള്ള 4 എണ്ണത്തിൽ പേഴ്സൻറ്റൈൽ സ്കോറും ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഓരോ സമയത്തും കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്, ഓരോ ഡിഫറെൻറ്റ് കാറ്റഗറിയുടെയും കട്ട് ഓഫ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ സ്ലൈഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാറ്റഗറീൻ്റെതും ഇവിടെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. 2020 ജൂൺ എക്സാം സമയത്ത് ഇവിടുത്തെ അൺറിസർവ്ഡ്, അതായത്
ജനറൽ കാറ്റഗറിയുടെ നെറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേണ്ട പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 54% ആണ്. ആൻഡ് അവർക്ക് JRF വാങ്ങണമെങ്കിൽ 60% മാർക്കാണ് വരുന്നത്. അതായത് 60% എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, 180 മാർക്കാണ്. 300ൻ്റെ 60%. ഇറ്റ് മീൻസ് 180 മാർക്ക് എന്നുള്ളതാണ്. ആൻഡ് EWSനാണെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ 50% മാർക്കാണ് വേണ്ടത്. അതായത് 150 മാർക്കാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത്. അവർക്ക് JRF ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 58%. ദെൻ OBCക്കാണെങ്കിൽ 49.3%. അതായത് 50% മാർക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ 2000-ൽ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 56.67% മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ JRFും ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ആൻഡ് SC/STൻ്റെ ഒക്കെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും കട്ട് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് 2020-ലെ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് 50% മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്. കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടാണ് ആ സമയത്ത് എക്സാം ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കട്ട് ഓഫ് താഴെ പോയിട്ടുള്ളത്. അതേ ഒരു സാഹചര്യമാണ് ഇപ്പോൾ 2025 ജൂണിലെ എക്സാമിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് ഫെമിലിയർ ആയിരിക്കും നമുക്ക് കണ്ടൻറ്റിനകത്ത് പറയുന്ന സാധനങ്ങളൊക്കെ, പക്ഷേ അതിൻ്റെ ഓപ്ഷനകത്തും അതിൻ്റെ എന്താണ് പറയല്, ഈ ഓപ്ഷൻ കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഭയങ്കര ഹൈ ആണ്. അതായത് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. ഇനി 2020 ഡിസംബർ 2021 ജൂൺ സൈക്കിളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പേഴ്സൻറ്റൈൽ സ്കോർ ആണുള്ളത്. സോ അൺറിസർവ്ഡിനെ സംബന്ധിച്ചിടത്തോളം 98.27% ഉണ്ടെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാം. JRF ക്വാളിഫൈ ചെയ്യാൻ 99.65% എന്ത് ചെയ്യണം, മാർക്ക് വാങ്ങേണ്ടതായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെ EWSൻ്റെതും അതുപോലെ OBCൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു സമയത്തും എക്സാം അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, ഇനി ഇവിടെ ഈ പേഴ്സൻറ്റൈൽ സ്കോർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പ്ലേസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു OBCക്കാരനായിട്ടുള്ള ആൾക്ക് 94.59% സ്കോറാണ് വേണ്ടത്. ഇറ്റ് മീൻസ് അയാളുടെ മോളിൽ മാർക്ക് വാങ്ങിയിട്ടുള്ള എത്ര വരിക, ഇവിടെ 5.5% ആൾക്കാർ 5.5% ആൾക്കാർ മാത്രമേ അയാളുടെ മുകളിൽ മാർക്ക് വാങ്ങിയതായിട്ടുണ്ടാവാനായിട്ട് പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് പേഴ്സൻറ്റൈലിൻ്റെ ഒരു സംഗതി വരുന്നത്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്തും എക്സാം അത്യാവശ്യം ഡിഫിക്കൽട്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ ഒരു മാർക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു 150 to 154 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ OBC കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു എന്നുള്ളതാണ്. എക്സാക്റ്റ് മാർക്ക് നമുക്കറിയില്ല, ബട്ട് നമ്മുടെ റിസൾട്ടിൻ്റെ ഒക്കെ ഒരു ട്രാക്ക് എടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് വരുന്നത് അടുത്ത 2021 ഡിസംബർ 2022 ജൂൺ എക്സാമിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അൺറിസർവ്ഡിന് 98.21, EWSന് 95.08, OBCക്ക് 93.96. ഈ ഒരു രീതിയിലാണ് അവിടുത്തെ കട്ട് ഓഫ്, അതായത് പേഴ്സൻറ്റൈൽ സ്കോർ വന്നിരുന്നത്. ഈ സമയത്തും എക്സാം അത്യാവശ്യം ഡിഫിക്കൽട്ട് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 156, 158 ഒക്കെ ഉണ്ടെങ്കിൽ OBCക്കാർക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ്. നേരത്തേതിനേക്കാളും കുറച്ച് ലിബറലായിരുന്നു എങ്കിൽ പോലും അതും ഡിഫിക്കൽട്ട് കാറ്റഗറിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോയി വെക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു എക്സാമിലേക്ക് വരുന്ന സമയത്ത് 2022 ഡിസംബറിലും പേഴ്സൻറ്റൈൽ സ്കോറാണ് ഉണ്ടായിരുന്നത്. ഈ പേഴ്സൻറ്റൈൽ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാക്റ്റ് എത്ര മാർക്കാണ് വേണ്ടത് എന്ന് പറയുന്നതിന് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് ആ സമയത്തേക്ക് മാർക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ 97.78% ആണ് അൺറിസർവ്ഡിന് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണ്ടിയിരുന്നത്. JRFിലേക്കാണെങ്കിൽ 99.72% എന്ത് ചെയ്യണം, മാർക്ക് ഉണ്ടെങ്കിലാണ് JRF ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റിയിരുന്നത്. EWSനാണെങ്കിൽ 94, OBCക്കാണെങ്കിൽ 93.31. ഈ ഒരു രീതിയിലാണ് അവിടെ ഒരു പേഴ്സൻറ്റൈൽ സ്കോർ ആവശ്യമായിട്ട് വന്നിരുന്നത്. ആൻഡ് ഓൾസോ ഈ സമയത്തും എക്സാം
അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ടാണ് വന്നിരുന്നത്. പക്ഷെ നേരത്തെ 2020 മുതൽ ഇങ്ങനെ അത് ഈസി ആയി വരുന്ന ഒരു ട്രെൻഡാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്ന 2020, അതിൻ്റെ മുന്നേ 2019 എന്ത് ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് മാറിയിട്ട് പതുക്കെ പതുക്കെ എന്ത് ചെയ്യാണ്, ഈസി ആയിട്ട് വരുന്ന ഒരു ട്രെൻഡ് ചെറിയ ചെറിയ എന്താണ് പറയല് രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിലൊക്കെ ഒരു 158 160 റേഞ്ചിലൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് OBC കാൻഡിഡേറ്റിന്, OBC കാറ്റഗറിയിലുള്ള ആൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കട്ട് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. അതേസമയം ഒരു ഭാഗത്ത് നെറ്റ് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു എക്സാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാർക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് സ്റ്റിൽ ഇതിനകത്ത് പെർസെൻറ്റേജ് സ്കോറാണുള്ളത്. ബട്ട് അടുത്തൊരു എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മാർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ജൂൺ 2023 വന്നിട്ടുള്ള എക്സാമിലേക്കും പെർസെൻറ്റേജ് സ്കോറാണുള്ളത്. അവിടെ 99.78 ആണ് അൺറിസർവ്ഡിന് JRF വേണ്ടിയിരുന്നത്. ഇത് തിരിച്ചാണിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് JRF ആണ് പറയുന്നത്, പിന്നെയാണ് നെറ്റിൻ്റെ പറയുന്നത്. നെറ്റിനാണെങ്കിൽ 98.52%, EWSനാണെങ്കിൽ 99.56, JRFന് ദെൻ 95.89, ദെൻ OBCക്ക് 99.27, നെറ്റിനാണെങ്കിൽ 95.08. ഈ രീതിയിൽ എക്സാമിൻ്റെ കട്ട് ഓഫ് വരുന്നു. ഈ ഒരു 2023 ജൂണൊക്കെ ആവുന്ന സമയത്ത് നെറ്റ് എക്സാം ഒന്നുകൂടി ഈസി ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ചുകൂടിയൊക്കെ ഒരു 160 162 ആ റേഞ്ചിലൊക്കെ OBCക്കാർക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടിയൊക്കെ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അടുത്ത ഒരു ടേമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 2023 ഡിസംബറിലെ ഒരു സൈക്കിളിൽ എക്സാം വരുമ്പോഴേക്ക് എക്സാമിൻ്റെ കട്ട് ഓഫ് നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ തന്നെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ സറൗണ്ടിങ് ശരിക്കും 6%, 1% ആണ് കൊടുക്കുന്നത്. 6% നെറ്റും 1% JRF ആണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മളെവിടുത്തുള്ളൊരു എക്സ്പോഷറൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂടുതൽ ആൾക്കാർക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ശരിക്കും കട്ട് ഓഫ് വർദ്ധിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സാം കുറച്ചുകൂടി ഈസി ആയിരുന്നു, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ 2023 ഡിസംബറിലേക്ക് വരുന്ന സമയത്ത് അൺറിസർവ്ഡിന് 182 മാർക്കാണ് ആ സമയത്ത് നെറ്റിനും വേണ്ടിയിട്ട് വേണമായിരുന്നത്. JRFിലേക്കാണെങ്കിൽ 204 മാർക്ക് വേണമായിരുന്നു. ആൻഡ് OBCക്കാർക്കാണെങ്കിൽ 170 മാർക്ക് ഉണ്ടെങ്കിലാണ് നെറ്റ് കിട്ടുകയുള്ളൂ. 194 മാർക്ക് ഉണ്ടെങ്കിലാണ് JRF കിട്ടിയിരുന്നത്. EWSന് 168 മാർക്ക് ഉണ്ടെങ്കിൽ നെറ്റ് കിട്ടും. 198 മാർക്ക് ഉണ്ടെങ്കിൽ ആണ് JRF കിട്ടുള്ളൂ. SCക്കാണെങ്കിൽ 158 നെറ്റ്, 184 JRF. STക്കാണെങ്കിൽ 152 നെറ്റ്, 178 JRF. ഈ ഒരു രീതിയിലാണ് ആ സമയത്ത് ഒരു മാർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എക്സാം അത്യാവശ്യം ഈസി ആയിട്ടാണ് വന്നിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു 2020 മുതൽ എടുക്കുകയാണെങ്കിൽ എക്സാം പതിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് വരുന്ന ഒരു ട്രെൻഡാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. 2023 ഡിസംബറിലൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈസി ആവുന്നുണ്ട്. കുറച്ചധികം ആൾക്കാർക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കട്ട് ഓഫ് കൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും. ഇനി ഇവിടെ 2024 ജൂണിലേക്ക് വരുന്ന സമയത്ത് എക്സാമിൻ്റെ പാറ്റേൺ, അതായത് വീണ്ടും അത് പെർസെൻറ്റേജ് സ്കോറിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ എക്സാം വാസ് ഈസി എന്നുള്ളതാണ്. പക്ഷെ അവിടെ പറ്റിയിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത്, 2 ഷിഫ്റ്റിൽ എക്സാം നടന്നിരുന്നു. ആൻഡ് അതിലെ മോർണിംഗ് ഷിഫ്റ്റ് കുറച്ച് അധികം ഡിഫിക്കൽട്ടായിരുന്നു, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് കുറച്ചധികം ഈസിയുമായിരുന്നു. ആ ഒരു സമയത്ത് ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നോർമലൈസേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സെക്കൻഡ് ഷിഫ്റ്റിൽ, അതായത് ഈസി ഷിഫ്റ്റിൽ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. മോർണിംഗ് ഷിഫ്റ്റിൽ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈവൻ നോർമലൈസേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ
ഈ ഒരു ഫസ്റ്റ് ഷിഫ്റ്റിലെ ഡിഫിക്കൽട്ട് എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ 99.79 ഉള്ള ആൾക്കാർക്കാണ് റിസർവ്ഡിൽ JRF വാങ്ങാം. 97.66 ഉള്ള ആൾക്കാർക്കാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അസിസ്റ്റന്റ് പ്രൊഫസർ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇൻ ഷോർട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എക്സാം ഈ ഒരു ഘട്ടത്തിൽ 2024 ജൂണിൽ പോകുന്ന സമയത്ത് 2 ഷിഫ്റ്റിൽ എക്സാം നടന്നു. അതിൽ ഒരു ഷിഫ്റ്റ് ഈസിയും മറ്റേ ഷിഫ്റ്റ് ഡിഫിക്കൽട്ടുമായിരുന്നു. ഈസി ഷിഫ്റ്റിൽ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് നല്ല മാർക്ക് വാങ്ങാനും അതുപോലെ തന്നെ ക്വാളിഫൈ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഈവൻ നോർമലൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഡിഫിക്കൽട്ട് ഷിഫ്റ്റിൽ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് മാർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, കൂടുതൽ വാങ്ങാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ടും പറ്റിയിട്ടില്ല. അതിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. ഇനി അടുത്തൊരു എക്സാം വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, മാർക്ക് വരുന്നുണ്ട്. അതായത് 2024 ഡിസംബറിൽ ഇതിൻ്റെ ഇപ്പം നടന്ന എക്സാമിൻ്റെ തൊട്ട് മുന്നേ, അതായത് ജൂണിലെ എക്സാമിൻ്റെ തൊട്ട് മുന്നേ നടന്ന 2024 ഡിസംബറിലെ എക്സാം എന്നുള്ളത്, അവിടെ കട്ട് ഓഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിയുടെ JRFൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 206 ആയിരുന്നു. ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ നെറ്റിനുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 184 ആയിരുന്നു. പിന്നെ ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു സ്കീമാണ് നമ്മൾ ഈ പറയുന്ന PhD എന്ന് പറയുന്നത്. സോ PhDക്ക് 162 ജനറൽ കാറ്റഗറിക്കാർക്കുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ കട്ട് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ആൾക്കാർ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നു. അതേസമയം എക്സാം എന്നുള്ളത് വളരെ ഈസിയും ആയിരുന്നു. ഹിസ്റ്ററി എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത്രയും ഈസി ആയിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ്. ഇനി ഇവിടെ OBCൻ്റെ കേസിലാണെങ്കിൽ 196 ആണ് JRFന് വേണ്ടിയിട്ട് ആവശ്യമായിരുന്നത്. ദെൻ അസിസ്റ്റന്റ് പ്രൊഫസറിന് 172 വേണമായിരുന്നു. കട്ട് ഓഫ് PhDക്ക് ആണെങ്കിൽ 150 ആണ് വേണമായിരുന്നത്. ദെൻ EWSന് 198 അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസറിന് 172, ദെൻ 148 PhD. ഈ ഒരു രീതിയിലാണ് ആ സമയത്ത് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, 2020 മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവല് പതിയെ പതിയെ ഇങ്ങനെ കുറഞ്ഞു വരുന്നൊരു ട്രെൻഡാണ് ശരിക്കും കാണിച്ചിരുന്നത്. അതേസമയം അതിൻ്റെ കട്ട് ഓഫ് കൂടി വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്കെന്താണ്, ഈ ഡിഫിക്കൽട്ടി ലെവൽ കുറയുന്നത് കൊണ്ട് തന്നെ കട്ട് ഓഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂടുതലാണെങ്കിലും നമുക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. നമുക്ക് മാർക്ക് കൂടുതൽ വാങ്ങാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്, എക്സാം ഈസി ആയിട്ട് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇനി ലാസ്റ്റ് എക്സാമിൻ്റെ ഒരു കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ജൂൺ എക്സാമിൽ സംഭവിച്ചത് എന്ത് എന്നതിലേക്ക് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അൺറിസർവ്ഡിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് JRFന് വെറും 180 മാർക്ക് മതി. നേരത്തെ 206, 204 എന്നൊക്കെ പറഞ്ഞ് 200ൻ്റെ മുകളിലേക്ക് പോരുന്ന ആ കട്ട് ഓഫ് ഇപ്പോൾ 180ലേക്ക് വീണ്ടും ഫാളിംഗ് ആണ്. അത്രയും താഴ്ന്നു വന്നിട്ടുണ്ട്. OBCക്കാർക്കാണെങ്കിൽ വെറും 172 മതി. കഴിഞ്ഞ ടേമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, OBCക്കാർക്ക് ഒരു JRF വാങ്ങണമെങ്കിൽ 196 വേണം. 172 ഉണ്ടെങ്കിൽ നെറ്റ് കിട്ടുമായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ 172 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, JRF കിട്ടും. അപ്പോൾ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്വാഭാവികമായിട്ടും അത് ഉയർന്നിട്ടുണ്ടായിരിക്കും, ഡിഫിക്കൽട്ടി ലെവൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനോട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അസിസ്റ്റന്റ് പ്രൊഫസറിനാണെങ്കിൽ വെറും 150 മാർക്ക്, ജസ്റ്റ് 50% മാർക്ക് മതി നിങ്ങൾക്ക് ഒരു OBCക്കാരനാണെങ്കിൽ നെറ്റ് വാങ്ങിക്കാനായിട്ട് ഹിസ്റ്ററിയിൽ. അതായത് 2020 നിങ്ങൾക്ക് നെറ്റ് വാങ്ങിക്കാനും 50% അല്ലെങ്കിൽ 49% 49 പോയിന്റ് സംതിങ് ആണ് ആ സമയത്ത് നെറ്റിന് വേണ്ടിയിട്ടുള്ള OBCക്കാരുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ അതിനോട് അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നടന്നിട്ടുള്ള ജൂൺ എക്സാമിൽ വന്നിട്ടുണ്ട്. പക്ഷെ ജൂൺ എക്സാം ഒറ്റ നോട്ടത്തിൽ 2020 എക്സാമിനെ പോലെ അത്ര തന്നെ ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഓപ്ഷനകത്ത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ ആ ഓപ്ഷൻ നമുക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ചോയ്സുകൾ നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു അനാലിസിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ലാസ്റ്റ് എക്സാമുകൾ അതായത് 2020 മുതൽ എക്സാം ഈസി ആയിട്ട് വരുന്നൊരു ട്രെൻഡാണ് കാണിച്ചിരുന്നത്. 2024 ഡിസംബർ വരെ ആ ട്രെൻഡിനോട് നീതി പുലർത്തിയിട്ട് തന്നെയാണ് പോയിരുന്നത്. പക്ഷേ 2025 ജൂണിലേക്ക് എത്തിയപ്പോൾ ആ ട്രെൻഡിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 2023 മുതൽ നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2024 ഡിസംബർ വരെയുള്ള സമയത്ത് നെറ്റ് എക്സാമിൽ ഹിസ്റ്ററിയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ച് ഇങ്ങനെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് വീണ്ടും താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്
എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്തവണ നെറ്റ് കിട്ടാതെ പോയതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ഭാഗത്ത് ചെയ്യാനുള്ളതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ഒരു പ്രശ്നമായിട്ടല്ല അതിനെ കാണേണ്ടത്. പകരം എന്താണ്, ഈ എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യയിലുള്ള പൊതുവെ ആൾക്കാർക്ക് ഈ ഒരു ഡിഫിക്കൽട്ടി ഈ ഒരു ഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ടേമിൽ എന്ത് ചെയ്യും, ഈ എക്സാം ഒന്നുകൂടി ലിബറൽ ആയിട്ട് ഒന്നുകൂടി ഈസി ആയിട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റിൽ വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ദ ഡിഫിക്കൽട്ട് എക്സാം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് നിങ്ങൾക്കുള്ള എൻ്റെ ബോണസ് ടിപ്പ് എന്ന് പറയുന്നത് എക്സാം എഴുതുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ച് മാത്രമേ എക്സാം എഴുതൂ എന്നുള്ള ആ ഒരു പിടിവാശി അവസാനിപ്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ സമയത്തും എക്സാം എഴുതുക. ഈവൻ നിങ്ങൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ പോലും എക്സാമിന് എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക, എക്സാമിന് അപ്പിയർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങൾ പോകുന്ന ആ സമയത്ത് എക്സാം ഈസി ആണെങ്കിൽ കട്ട് ഓഫ് കുറച്ച് കൂടിക്കഴിഞ്ഞാലും നിങ്ങൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ഉത്തരം കണ്ടെത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. സോ എക്സാമിൻ്റെ ഒരു കേസ് ഇത്രയേ ഉള്ളൂ. എക്സാമിൻ്റെ ട്രെൻഡ് ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. അത് ഒരു കാരണവശാലും സ്ഥിരമായിട്ട് ഇങ്ങനെയാവും എന്നുള്ള ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് അത് ഡിഫിക്കൽട്ട് ആവും, ചില സമയത്ത് ഭയങ്കര ഈസി ആവും, ചില സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ ഒരു രീതിയിൽ അതെപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് അനുകൂലമായിട്ട് എക്സാം വരുന്ന സമയത്ത് കയറി സ്കോർ ചെയ്തോണം. അതാണ് ചെയ്യാനായിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക ആൻഡ് എല്ലാ സമയത്തും എക്സാം അപ്പിയർ ചെയ്യുക, എക്സാമിന് അറ്റംപ്റ്റ് നടത്തുക. ആൻഡ് നമുക്കത് ഈസി ആയിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ് എനിക്കതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ള സംഗതി എന്ന് പറയുന്നതും. സോ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലും അതുപോലെയൊക്കെ നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത്രേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. ആൻഡ് സ്കാൻ ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ അതിന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ ക്യാമറയിൽ പോയിട്ട് അതിൽ ഇമേജ് കൊടുത്തിട്ട് സ്കാൻ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഫോണിൽ നിന്ന് സ്കാൻ ചെയ്തിട്ടും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, അവിടെ നിന്ന് എടുത്തിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ഈ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഇതുപോലുള്ള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകളുടെ ഒരുപാട് ടിപ്സും ട്രിക്സൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് മറ്റുള്ളതൊക്കെ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ, ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു, ഫോർ മീ, ഫോർ ദിസ് പ്ലാറ്റ്ഫോം. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. സോ തൽക്കാലത്തേക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു പാർട്ടുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.